നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന വാട്സപ്പിനകത്ത് ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി. ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇല്ലാത്തതെന്ന്. കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ സാധിക്കാതിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നു മുതൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സെറ്റിങ്സുകൾ, ഫീച്ചറുകൾ വാട്സപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഓരോ വീഡിയോകളായിട്ട് പരിശോധിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫീച്ചറുകളൊക്കെ ലഭിക്കുക. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ നമ്മുടെ സ്റ്റാറ്റസ് വെക്കുന്ന ഭാഗത്തേക്ക് വരിക. ഇവിടെ മുകളിൽ കാണാം നമ്മൾ ആഡ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ മുകളിലായിട്ട് കുറേ ഓപ്ഷൻസുകൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വരുന്ന ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലൊക്കെ മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കും. അത് ഇവിടെ കാണാൻ സാധിക്കും, മ്യൂസിക് എന്നുള്ളത്. എന്നാൽ മൂന്നാമത്തെ ഒരു ഫീച്ചർ ഉണ്ട്, ലേ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള മുഴുവൻ ഫോട്ടോസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 6 ഫോട്ടോ വരെ ഒരൊറ്റ ഫ്രെയിമിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ 6 ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ 6 ഫോട്ടോ സെലക്ട് ആയി. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആ 6 ഫോട്ടോ ഒരേ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ ഫോട്ടോ ആയിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങളുടെ ഫോണിലുള്ള 6 ഫോട്ടോസുകൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്ത് ഒരുപാട് ലേ ഔട്ടുകളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രെയിം സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓരോ ഫ്രെയിമും നിങ്ങൾക്ക് എത്ര ഫോട്ടോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഫ്രെയിം സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഫോട്ടോയിൽ ഏതെങ്കിലും ഭാഗം കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ ഫോട്ടോയിൽ നിന്ന് പിടിച്ചത് ഇതുപോലെ താഴോട്ട് വലിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണെങ്കിലും ആ ഫോട്ടോയുടെ ഫുൾ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഫോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ നിന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. ഗാലറി നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസിലേക്ക്, വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്കുള്ള 6 ഫോട്ടോ വരെ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഫീച്ചർ, വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഫോട്ടോകൾക്ക് മാത്രമാണ് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്, അത് വീഡിയോക്ക് എങ്ങനെ മ്യൂസിക് ആഡ് ചെയ്യാമെന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഞാൻ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടി ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തു. ഈ വീഡിയോക്കകത്ത് വോയിസ് ഉണ്ട്, മ്യൂസിക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒഴിവാക്കിയിട്ട് ഇതിന് പകരം മറ്റൊരു മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പീക്കറിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ നോക്കിയാൽ നമുക്കൊരു സ്പീക്കറിൻ്റെ ചിഹ്നം കാണും. ഈ സ്പീക്കർ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ വീഡിയോക്കകത്തുള്ള മ്യൂസിക് സ്റ്റോപ്പ് ആകും. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്താൽ കാണാൻ സാധിക്കും മ്യൂസിക് ഇല്ലാതെ പ്ലേ ആകുന്നുണ്ട്. ഇനി നമുക്ക് മുകളിൽ കാണുന്ന ഈ മ്യൂസിക്കിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏത് മ്യൂസിക്കാണോ വേണ്ടതെങ്കിൽ ആ മ്യൂസിക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു മ്യൂസിക് നിങ്ങളുടെ നിങ്ങൾക്ക് ഈ വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിച്ച് ഇത് സ്റ്റാറ്റസ് ആക്കി വെക്കാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. വാട്സപ്പ് സ്റ്റാറ്റസിനകത്ത് അറിഞ്ഞിരിക്കേണ്ട 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ് നമ്മൾ പരിശോധിച്ചത്. ഒരുപാട് ഫീച്ചറുകൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.